തമ്പനയിൽ കണ്ട പോലെ തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു വ്ളോഗൊന്നും അല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നികിടയൊക്കെ ഇരുത്തം കണ്ടില്ലേ, നികിനെക്കാട്ടും കൂടുതലായിട്ട് ഇതാ ദുഗുവിൻ്റെ ഇരുത്തം കൂടി കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ശോകം വ്ളോഗാണെന്ന്. സത്യം പറഞ്ഞാൽ ശോകത്തിലാണ് ഇന്നലെ വൈകുന്നേരം തൊട്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പറയാം, വലിച്ചു കിട്ടാണ്ട് സ്വർണം പോയി അല്ലേ. സ്വർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണം പോലെ തന്നെ ഒരു ഡയമണ്ടാണ്. നമ്മളിപ്പോൾ സ്വർണ്ണമായാലും ഡയമണ്ട് ആയാലും നമുക്ക് വിലപ്പെട്ടതിനൊക്കെ നമ്മൾ സ്വർണ്ണം എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ഒരു ഇപ്പോഴത്തെ വില അനുസരിച്ചിട്ടല്ലേ ഭയങ്കര ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിലപ്പെട്ട തന്നെയാണ് ഡയമണ്ടും. അത് ഒരെണ്ണം നഷ്ടപ്പെട്ടു. നമുക്ക് ആൾക്കൂടെയുള്ള ഡയമണ്ട് എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ഡയമണ്ട് എന്ന് പറയാനായിട്ട് ഇന്ദ്രുവിൻ്റെ കാതിലൊരു ചെറിയ ഒരു എന്താ പറയുക കാതിൽ സ്റ്റഡ്, ആ സ്റ്റഡ് ആണ് ഉണ്ടായത്. പിന്നെ ബാക്കി ഉണ്ടായതാണ് ഇപ്പോൾ ഈ പോയ സംഭവം. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിൽ. അപ്പോൾ പോയത് അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞില്ല എന്താന്ന്. ദുഗുവിൻ്റെ കയ്യിൽ ഒരു ഡയമണ്ടിൻ്റെ ഒരു റിങ് ഉണ്ടായിരുന്നു, മോതിരം. അത് സ്കൂളിൽ നിന്ന് പോയി. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കണ്ടാവും സ്കൂളിൽ പോകുമ്പോൾ അത് ഇട്ട് കൊടുത്തത് തന്നെ തെറ്റാണ്. നമ്മളൊരു സാധനം പോയി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതല്ല. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദുഗുവിൻ്റെ കയ്യിൽ ഈ റിങ് കിടക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. ഇത് പിന്നെ അങ്ങനെ സ്വർണ്ണത്തിൻ്റെ കളറില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ ഈ ഡയമണ്ടിൻ്റെ റിങ് ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് ആൾ വന്നു കഴിയുമ്പോൾ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ മോതിരം പോയച്ചെന്നും പറഞ്ഞ് ആൾ കരച്ചിൽ തുടങ്ങി. അപ്പം നികിയും പുറമേ താഴേന്ന് ഇങ്ങനെ വിഷമിച്ച് വരുന്നുണ്ട്. അമ്മയും താഴെ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും പറയുന്നുണ്ട്. അപ്പോൾ സംഭവം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതെവിടെന്നാ പോയെന്ന് വെച്ചപ്പോൾ ആൾ പറയാം PT ഗ്രൗണ്ടിൽ ആണ് പോയതല്ലേ. PT ഗ്രൗണ്ട് എപ്പോഴായിരുന്നു സ്കൂള്? അതായത് രാവിലെ നമ്മൾ സ്കൂളിൽ പോയിട്ട് സെക്കൻഡ് പീരീഡാണ് PT ഗ്രൗണ്ട് ഉള്ളത് രാവിലെ. ആ സമയം പോയ മോതിരാണ്. എന്നാ മോതിരം പോയി പോട്ടെ, അത് പോകുമ്പോൾ നമ്മൾ സ്കൂളിൽ ടീച്ചറോട് അല്ലെങ്കിൽ ആരാണ് അവിടെ നേരത്തെ ടീച്ചേഴ്സ് അവരോട് പറയൂലേ. അതല്ലേ നമ്മുടെ ഒരു നോർമലി ഉണ്ടാവണ്ടേ. ദുഗുനെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. സ്കൂളിൽ അങ്ങനെ ഇട്ടിട്ട് പോകാനൊന്നും പാടില്ലല്ലോ. ദുഗു അത് പറഞ്ഞില്ല അല്ലേ? ദുർഗ പറഞ്ഞിട്ടില്ല. ഞാൻ സ്കൂൾ കഴിഞ്ഞ് എന്നോട് വണ്ടി ഇറങ്ങിയ പാടാന്ന് എന്നോട് പറയുന്ന അമ്മേ മോതിരം പോയി, എൻ്റെ കയ്യിൽ റിങ് പോയി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികം എനിക്ക് കേട്ടപ്പോൾ പെട്ടെന്ന് ടെൻഷനായി പോയി. കാരണം ടൈറ്റായിരുന്നു അത് കയ്യിൽ. അത് അങ്ങനെ അങ്ങനെ തെറിച്ച് വീണൊന്നും പോകില്ല. അപ്പോൾ ആളെന്ന് വെച്ചാൽ PT സമയത്ത് എന്തോ കൈമേൽ പിടിക്കുന്ന സമയത്ത് ഈ കൈ നൂരി ഇപ്പഴത്തെ കയ്യിലേക്ക് ഇട്ടുപോയി. അതെന്നോട് പറയണത് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞിരുന്നു പോലും. പക്ഷെ എനിക്കത് ഞാൻ മിസ്സുമാരെല്ലാം വിളിക്കുന്ന തിരക്കിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. കയ്യിൽ നിന്ന് ഊരി ഇപ്പുറത്തെ വിരലിലേക്ക് ഇട്ടപ്പോഴാണ് അത് കളിക്കുകയും കൂടി ചെയ്തപ്പോൾ ഊരി കുട്ടികളെല്ലാം കൂടി ഓടിക്കളിച്ചപ്പോൾ അത് ഊരി തെറിച്ചങ്ങ് പോയി. ഇട്ട് കൊടുത്തത് നമ്മളെ തെറ്റ്. സ്കൂളിൽ എപ്പോഴും മെസ്സേജ് വരാറുണ്ട് ഇങ്ങനെ. കാരണം ഓർണമെന്റ്സ് ആയാലും റോൾഡ് ഗോൾഡിന്റെ ഓർണമെന്റ്സ് ഇങ്ങനെ സ്വർണം പോലെ തോന്നിക്കുന്നതോ ഒന്നും നിങ്ങൾ കുട്ടികൾക്ക് സ്റ്റഡ് അല്ലാണ്ട് വേറെ ഒന്നും ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ മെസ്സേജ് വരുത്തുന്നുണ്ട്. ദുഗു അന്ന് ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ എന്നോട് പറഞ്ഞ അമ്മ ഞാൻ കുറച്ച് ദിവസം ഇട്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ച് കയ്യിൽ ടൈറ്റല്ലേ ഒന്നും ആവൂലെന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ അത് മിസ്സായി. അതിനുള്ള പണി കിട്ടി ഗൈസ്. അപ്പൊ നമ്മള് ഒരു ഇങ്ങനെ സ്വർണത്തിന്റെ എന്തായിക്കോട്ടെ നമ്മൾ കുട്ടികൾക്കെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടാവും. അത് പോവില്ല, നമ്മൾ ടൈറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സാധനം പോവും, എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ പോവും. അതുകൊണ്ട് സ്കൂളിൽ പരമാവധി ഇട്ട് കൊടുക്കാത്തതാണ് നല്ലത്. ഇതിനകത്ത് ഇപ്പൊ നമ്മളെ കുറ്റം പറഞ്ഞാൽ മതി, വേറെ ആരും ദുർഗനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓടിക്കളിക്കുന്ന പിള്ളേരാണ്, നമ്മളെ പറഞ്ഞാൽ മതി. നമ്മളത് ഇട്ട് കൊടുത്തോണ്ടാണ് പറ്റിയത്. സംഭവം എന്തായാലും പോയി. അത് ഈ ഡയമണ്ടിന്റെ റിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി പറയാം. അതായത് ഈ ഡയമണ്ടിന്റെ റിങ് സത്യം പറഞ്ഞാൽ നമ്മൾ വാങ്ങിയതല്ല. അത് നമ്മുടെ പാറു ഒക്കെ ഇല്ലേ, നിങ്ങൾക്കറിയാം, അനശ്വര ജ്വല്ലേഴ്സ്, പ്രീണ അനുരാജ്, റിതു ഡയമണ്ട്സിന്റെ. അപ്പൊ അവരുടെ കൊല്ലത്തുള്ള ജ്വല്ലറിയിൽ ഞങ്ങൾ പോയപ്പോൾ നമ്മളന്നൊരു വീഡിയോ ചെയ്തിരുന്നത്. കൊല്ലത്ത് അവരുടെ ജ്വല്ലറി പോയ സമയത്ത് പാറു എൻ്റെ ഏട്ടനും കൂടി ദുർഗക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ആ റിങ്.
അത് ഞാനിവിടെ ജസ്റ്റ് ആഡ് ചെയ്യാം. അതിന്റെ വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. സ്നേഹത്തോടെയാണ് പെണ്ണ് ഇട്ട് കൊടുത്തത്. അതെ, അതാണ് അത് അവര് നമ്മളന്ന് ഒരുപാട് പറഞ്ഞതാണല്ലേ, പക്ഷെ നമ്മള് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവര് സ്നേഹത്തോടെ ഇട്ട് കൊടുത്തതായിരുന്നു രണ്ടാക്കും. ഇന്ദ്രൂട്ടിന് ഒരു സ്റ്റഡ്, ഇന്ദ്രൂന്റെ കാതിലുണ്ടാവും സ്റ്റഡ് ഇപ്പോഴും. അയ്യോ എന്റെ ദുർഗമോക്കൊന്നും കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ അവൾ സെലക്ട് ചെയ്ത. ഞാൻ ഒരുപാട് അവളോട് പറഞ്ഞു എടി വേണ്ടടി എന്ന് പറഞ്ഞിട്ട് അവള് ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് ദുഗുവിന്റെ കയ്യിൽ ഇട്ട് കൊടുത്തതായിരുന്നു. ദുഗുനും അത് ഭയങ്കര കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഇഷ്ടമായിരുന്നു ആ റിങ് ഇടാൻ വേണ്ടിട്ട്. അതിന്റെ ഒപ്പം ഒരു കാർഡ് ഉണ്ട് അവരുടെ ഡയമണ്ടിന്റെ. ആ കാർഡാണ് ഉണ്ടെങ്കിലാണ് അതിന് വാല്യൂ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡയമണ്ടിന്റെ റിങ് ആർക്ക് കിട്ടിയിട്ടും കാര്യമില്ല. അത് ചിലപ്പോൾ നമുക്ക് റോൾഡ് ഗോൾഡ് പോലെയുള്ളൂ, കാണാനും ഇല്ലല്ലോ. അപ്പൊ ആ കാർഡ് ഉണ്ടെങ്കിലാണ് അത് ആരെങ്കിലും വാങ്ങുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഈ സംഭവം കയ്യിലിട്ട് ഇതിങ്ങനെ കിടന്നോട്ടെ, എന്നാ പിന്നെ ഒന്നും ആവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഈ സാധനം പോയി. ഇത്ര ടൈറ്റുള്ള സംഭവം ഊരി വേറെ കയ്യിലോട്ട് ഇട്ടപ്പോ പിന്നെ കളിച്ചപ്പോ എവിടെയോ മിസ്സായി. മോള് PT ഗ്രൗണ്ടില് കളിച്ച് എന്താ സംഭവം, അത് എങ്ങനെ പോയെ? നമ്മള് കളിക്കായിരുന്നു. തൂങ്ങിയപ്പോ കൈ ഇവിടെ ഇത് കൊണ്ടിട്ട് കൈ ഇവിടെ ആയപ്പോ കൈ ഇങ്ങനെ ചോന്നപ്പോ ഞാൻ ഇപ്പുറത്തെ കയ്യിലോട്ട് ഇട്ട് പിന്നെ നമ്മൾ കളിച്ച് പിന്നെ ലൈനെല്ലാം നിന്ന് അപ്പോഴൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോ കൊണ്ട് ഈ മോതിരം കാണുന്നില്ല. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നിട്ട് ഞാൻ സ്റ്റെപ്പിലെല്ലാം പോയി നോക്കി, കാണുന്നില്ല. എന്നിട്ട് ഫ്രണ്ട്സിനോടെല്ലാം ഇതാക്കിട്ട് പറഞ്ഞ് നോക്കി കാണുന്നില്ല. ഫ്രണ്ട്സിനോട് പറഞ്ഞു. അപ്പൊ മിസ്സുമാരോട് ആ സമയത്ത് ഒന്ന് മിസ്സുമാരോട് പറഞ്ഞിരുന്നെങ്കിലാ ആ സാധനം ചിലപ്പോ കിട്ടിയാല് അല്ലേ? കാരണം അവരത് അപ്പൊ തന്നെ അവരെന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാലും അവരപ്പം തന്നെ സ്റ്റാഫിനോടും എല്ലാരോടും പറഞ്ഞ് അവിടെ അന്വേഷിച്ച് സാധനം കണ്ടെത്തി കിട്ടിയിട്ടുണ്ടാവൂലേ. ഇപ്പൊ അതിനുശേഷം അവിടെ എത്ര PT വണ്ടിയൊക്കെ വരുന്ന ഗ്രൗണ്ടാ? എന്നാലും കുറെ കുട്ടികളൊക്കെ PTക്കൊക്കെ വന്നിട്ടുണ്ടാവൂലേ. കുട്ടികൾ എടുത്തിട്ടല്ല, അവരുടെ ചെരുപ്പുമ്മയൊക്കെ ചവിട്ടി താന്നു പോവേ വല്ല ഇതിന്റെ ഇടയിലേക്ക് പോയി എവിടെ കിട്ടാന്? അതെന്തായാലും കിട്ടൂല. കാരണം ആ സമയത്ത് പറഞ്ഞാൽ കിട്ടിയാന്. ഇനിയിപ്പൊ നമ്മള് എന്നിട്ട് ഇന്നലെ വൈകുന്നേരം വന്നപ്പോ തന്നെ എനിക്ക് വേഗം ക്ലാസ് മിസ്സിനെ വിളിച്ചു, പിന്നെ ചിഞ്ചു മിസ്സിനെ ഒക്കെ വിളിച്ചു പറഞ്ഞു, PT മിസ്സിനെ വിളിച്ചൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഭവം. അപ്പൊ അവരെല്ലാരും പറഞ്ഞു അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അവരെ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. ഇവര് കുട്ടികൾ എന്ന് വെച്ചാല് മിസ്സുമാര് ചെക്ക് ചെയ്യുമ്പോ ഇവര് പേരൻസ് നമ്മളെ ഭാഗത്ത് അത് തെറ്റുണ്ട്. അത് ഞാൻ സമ്മതിച്ച് എന്റെ ഭാഗത്ത് തെറ്റായിരുന്നു. ഞാൻ അത് ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു. അതിന് ഞാൻ മിസ്സുമാരോട് ഇനി ഇട്ട് കൊടുക്കൂല, അത് പോയത് പോയി, ഇനി ഇട്ട് കൊടുക്കൂല, ഇനി അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യില്ല. അവര് എപ്പോഴും മെസ്സേജ് വരുത്തുന്നുണ്ട് സ്കൂളിൽ ഇങ്ങനെയുള്ള ഓർണമെന്റ്സ് കാര്യങ്ങൾ ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഡയറിയിൽ എഴുതി കൊടുക്കാറുണ്ട്, മെസ്സേജും വരുത്തുന്നുണ്ട്. എന്നിട്ട് നമ്മളെ അശ്രദ്ധ മൂലം നമ്മൾ ഇട്ട് കൊടുത്തത് അത് നമ്മളെ ഭാഗത്ത് തെറ്റി. പിന്നെ നമുക്ക് പോയാൽ നഷ്ടപ്പെട്ട തന്നെ. കാരണം സ്കൂളിനോ ബാക്കിയുള്ളവരോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നിട്ട് ഞാൻ ചിലപ്പോ എങ്ങാനും കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ മിസ്സിനെ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പൊ മിസ് പറഞ്ഞു അപ്പൊ ഇത് രാവിലെ ആയിരുന്നു PT. ഞാൻ എന്റെ വിചാരം വൈകുന്നേരം ആയിരുന്നു PT. സ്കൂൾ വിടുന്നതിന് മുന്നേ PT കഴിയുമ്പോഴാണ് പോയത് ഞാൻ വിചാരിച്ചത്. സെക്കൻഡ് പീരീഡ് കഴിഞ്ഞ PT ആണ്. അത് കഴിഞ്ഞിട്ട് അത് സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോ ഒരു 11 മണിയായപ്പം സെക്കൻഡ് പീരീഡ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ കഴിഞ്ഞ PTക്ക് വൈകുന്നേരം 4:30 സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് എന്നോട് പറയുന്നത് എന്തോരം കുട്ടികൾ പോയി, എന്തോരം കാര്യങ്ങളോടെ കഴിഞ്ഞ്. അപ്പൊ ഇത് ഞാൻ മിസ്സിനോട് പറഞ്ഞപ്പോ മിസ് എന്നോട് ചോദിക്കുന്നത് അയ്യോ PT സെക്കൻഡ് പീരീഡ് ആയിരുന്നില്ലേ, എന്നാ ദുർഗക്ക് അന്നേരം തന്നെ ഞങ്ങളോട് വന്ന് പറഞ്ഞൂടെ, ഞങ്ങൾ അവളോട് എന്തെങ്കിലും ചെയ്യുക, ഇട്ടിട്ട് വന്നത് നിങ്ങളെ തെറ്റി, എന്നാലും ഇത് കാണാണ്ടാവുമ്പോ ഞങ്ങള് അവിടെ അന്വേഷിക്കൂലേ, ആന്റിമാരും എല്ലാവരും വന്ന് അന്വേഷിക്കൂലേ, ഇതിപ്പം എവിടാന്ന് പോയിട്ട് ഞങ്ങള് പരുതേണ്ടത് എന്ന് പറഞ്ഞു മിസ്. പിന്നെ ക്ലാസ് മിസ് വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ നിങ്ങള് ഒന്ന് സ്കൂളിലേക്ക് വാ, നമുക്കൊന്ന് സെർച്ച് ചെയ്യാം, കുട്ടി പോയ വഴിയെല്ലാം നോക്കി ഞങ്ങളിപ്പോ അത് ഒന്ന് പോയി വെറുതെ ഒന്ന് പോയി നോക്കാന്നേ ഉള്ളൂ. അതിനിപ്പോ പോവാൻ വേണ്ടി ഇരിക്കുന്നു ഞങ്ങൾ. അപ്പോഴങ്ങനെ ഒരു വെറുതെ വീഡിയോ എടുത്തതാണ്. ഇത് വേറെ ഒന്നുമല്ല, ഈ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇത് പോയതിലുപരിയായിട്ട് വീഡിയോ എടുക്കാനുള്ള കാരണം നാളെ ആർക്കും ഇങ്ങനൊരു അബദ്ധം പറ്റാതിരിക്കട്ടെ. കാരണം നമ്മള് ചിലപ്പോ ഒരു പൊടി നമ്മുടെ മക്കളുടെ കൈ കിടന്നോട്ടെ, സ്വർണത്തിന്റെ ഒരു തരി ചെവിട്ടിൽ കിടന്നോട്ടെ, അല്ലെങ്കിൽ കാതി കിടന്നോട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മള് ഇട്ട് കൊടുക്കും നമ്മുടെ മക്കളോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആയിട്ട്. പക്ഷെ ഇത് പോയി കഴിയുമ്പോ അത് ഭയങ്കര വിഷമമാണ്. നമുക്ക് എല്ലാവർക്കും വിഷമം, കുട്ടിക്ക് വിഷമം, പിന്നെ സ്കൂളുകൾക്കും അവർക്കും വിഷമം, അവർക്കും അതൊരു വിഷമമാണ്, ടീച്ചേഴ്സിനൊക്കെ വിഷമമാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ഉപയോഗിക്കാതിരിക്കുക. അത് തന്നെ നമ്മളിപ്പോൾ അതിൽ നിന്ന് പഠിച്ച്. എന്തായാലും
ഒന്ന് പോയി നോക്കട്ടെ. അവിടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു 10 മണിയാകുമ്പോഴേക്കും. ഞാൻ ദുർഗന്റെ പറയുന്ന ഏറ്റവും വലിയ തെറ്റ് ഇത് കളഞ്ഞത് ചിലപ്പോ സ്വാഭാവികം, ചിലപ്പോ നമ്മള് കയ്യിലിട്ടാലും നമ്മളെ കാറിലോ കയ്യിലോ എല്ലാം പോകും, അത് സ്വാഭാവികമാണ്. ഒരു പ്രശ്നം നടന്നു കഴിയുമ്പോ ടീച്ചേഴ്സിനോട് പറയണം. ഫ്രണ്ട്സിനോടല്ല പറയേണ്ടത്, ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ ഇല്ല. ഫ്രണ്ട്സിനോട് പറയാ, അതിനുശേഷം ടീച്ചേഴ്സിനോട് പറയാ. ടീച്ചേഴ്സിനോട് ആദ്യം പറയാ, അതാണ് ഫസ്റ്റ്. എന്ത് പ്രശ്നമാണെങ്കിലും ടീച്ചേഴ്സിനോട് മാത്രല്ല, മോള് പോകുന്ന മോളിനി അങ്ങോട്ടേക്ക് എന്ത് കാര്യങ്ങളായാലും നമ്മൾ തുറന്ന് പറയാൻ കാണിക്കണം. തുറന്ന് നമ്മൾ എന്തായാലും സമയമായി, നോക്ക് നമുക്കൊന്ന് പോയിട്ട് കാര്യങ്ങൾ പോയി നോക്കി. എന്തായാലും അത് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് സ്കൂളിൽ പോയിട്ട് നോക്കിയിട്ട് വരാം. ടീച്ചർമാർ പറഞ്ഞതല്ലേ, അവർക്ക് അവിടെ എഴുതി കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും എഴുതി കൊടുക്കാം. അപ്പൊ അങ്ങനെ പോയിട്ട് വരാം. എന്നാ പിന്നെ നോക്കിയിട്ട് മാറ്റി എന്നാലേ ചെല്ലേ, നീ മാറ്റി ദുഃഖവും മാറ്റി, ഞാൻ അപ്പോഴൊക്കെ മാറ്റാം, എന്നിട്ട് പോവാ. നീ പറഞ്ഞിട്ട് കാര്യമില്ല, വിഷമിക്കണ്ട. എന്തായാലും പോയത് പോയി നോക്കട്ടെ ഗൈസ്. അപ്പൊ എന്തായാലും കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളത് പോയ പോലെ അങ്ങോട്ട് വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഒഴിവാക്കി. എനിക്ക് ഇന്നലെ മുതലേ ഭയങ്കര സാഡാണ്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ തെറ്റാ, നമ്മളെ ഇട്ട് കൊടുക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാല് അതെ, പിന്നെ അത് ടൈറ്റ് അല്ലേന്ന് വിചാരിച്ചു ഇങ്ങനെ കൊണ്ട് കളയുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കമ്മലെല്ലാം പിന്നെ ഇടയ്ക്ക് ചിലപ്പോ അത് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് ഊരി പോകാം, പക്ഷെ മോതിരം പോകുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഒടിഞ്ഞിട്ടുണ്ടാവും, എങ്ങനെയാ പോയിട്ടും. അതും എപ്പ പോയ സാധനം പത്ത് കാര്യമില്ല. നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞതല്ലേ, പോയി നോക്കാം. എന്തായാലും ഇപ്പൊ അവരവിടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇനിയിപ്പോ നമുക്ക് പോയിട്ട് കാണണം, എന്താ നോക്കാം, പരതി നോക്കാം വെറുതെ. ദുഃഖമൊക്കെ ഇന്നലെ പരതി, പിന്നെ എന്തോരം കുട്ടികളും പോയതാ. പോയി നോക്കിട്ട് വരാം. അമ്മേ, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം കേട്ടാ. ശരിയെന്നപ്പോ നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും അടുത്താണെങ്കിൽ എത്താത്ത പോലെ തോന്നും അല്ലേ? തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് എത്താത്ത പോലെ തോന്നുന്നത്. അതെ, സ്കൂൾ എത്താനാവും തോറും എനിക്ക് ഇങ്ങനെ നെഞ്ചിങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് എന്തെല്ലോ ആവുന്നു. ഇങ്ങനെ പണ്ട് നമ്മള് സ്കൂളിലേക്കെല്ലാം എക്സാമിനെല്ലാം പോകുമ്പോ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഇല്ലേ, അതന്നെ മിസ്സുമാരായി നല്ലോണം കേക്കും. കേക്കാൻ എന്നാലും കുഴപ്പമില്ല. ഇവിടെ ക്യാമറ കാണിക്കുന്നില്ല ഗൈസ്. ഞാൻ അങ്ങോട്ട് എത്തുമ്പോ ക്യാമറ കാണിക്കൂല കേട്ടാ. ഇതെവിടെയാ മോളെ ഗ്രൗണ്ട് പോണ്ട? ഈ ഗ്രൗണ്ട് അല്ലല്ലോ, PT ഗ്രൗണ്ട് അല്ലേ? സ്കൂളിൽ തന്നെ ഉള്ളത്. എന്താ പറയണ്ടത്, മോൻ കാണുമ്പോ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. കിട്ടി. എന്താ സത്യം പറഞ്ഞ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് കിട്ടുമെന്ന്. കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ റിങ്. അതിന്റെ ആ സാധനം ഉണ്ട്, കാർഡ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും വിചാരിക്കൂല ഇത് ഡയമണ്ട് ആണെന്ന്. ഇത് നമ്മുടെ സ്വർണത്തിന്റെ ഒക്കെ ആരംഭിക്കുമ്പോൾ എല്ലാം റോൾഡ് ഗോൾഡിനെ ചിലപ്പോൾ കളയുകയും ചെയ്യും. മാത്രമല്ല ഇതില്ലാണ്ട് ഇത് കൊടുക്കാനും പറ്റില്ലല്ലോ. ഇതാണ് അതിന്റെ സംഭവം. ഉണ്ട് ഈ മോതിരത്തിന്റെ ഫോട്ടോ ഉണ്ട്. നമ്മുടെ ഋതു പാറുവിന്റെ ഒക്കെ ഋതു ഡയമണ്ട് ആണിത്, എൻ്റെ ഏട്ടൻ്റെ. അപ്പോൾ അവർ അന്നേരത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. നമ്മളവിടെ പോയതും പിന്നെ ഇന്ദ്രുവിനും ദുർഗക്കും ഇത് പാറു ദുർഗക്ക് ഈ റിങ്ങും ഇന്ദ്രുവിന് പിന്നെ ഒരു ഇത് എന്നാണ് ഈ സ്റ്റഡും കൊടുത്തത്. അപ്പം അങ്ങനെ കിട്ടിയതാ. എൻ്റെ പാറു, നീ ഇത് തന്നോണ്ട് എന്തെല്ലാം ടെൻഷൻ അനുഭവിച്ചപ്പോ. എല്ലാത്തിനും കാരണക്കാരൻ എൻ്റെ ഏട്ടനും പാറുവാണ്. അങ്ങനെ കിട്ടി. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവര് നമ്മൾ വിളിച്ച് പറഞ്ഞല്ലോ ഇന്നലെ. വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവരിങ്ങനെ അവിടെ ഒക്കെ പരതിയിട്ട് ഈ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കിട്ടിയിട്ട് അവരത് എടുത്തു വെച്ചിട്ടുണ്ടായി. പക്ഷെ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല കിട്ടിയെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രിൻസിപ്പളെ കാണാൻ വേണ്ടി പറഞ്ഞത്. എനിക്ക് പിന്നെ അകത്തൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിയില്ലല്ലോ അങ്ങനെ അധികം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് പിന്നെ ഞാൻ ഫോൺ കട്ടാക്കിയത്. അപ്പോൾ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ ആദ്യം പറഞ്ഞ് പോയി കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മളൊന്ന് ഇതാക്കിയതിന് ശേഷം പിന്നെ നമ്മളോട് പറഞ്ഞു സ്വാഭാവികം നമ്മുടെ ആ തെറ്റല്ല, നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ സംഭവം കിട്ടി. എന്നിട്ട് ഒരു ഇതിൽ സൈൻ ചെയ്ത് അങ്ങനെ വാങ്ങി കിട്ടി എന്നുള്ള അവർക്കൊരു ഇത് വേണമല്ലോ, പ്രൂഫ് വേണമല്ലോ. ദുർഗനോട് പഠിത്തത്തെ പറ്റിയെല്ലാം ചോദിച്ച് ജഗപൊകയൊക്കെ ആക്കി. ദുർഗ ആകെ സൈലന്റ് ആയി അല്ലേ? എന്തായാലും അല്ല, പക്ഷെ അത് ഞാൻ നമ്മളത് ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു, അത് തെറ്റി.
അത് മാത്രല്ല ഒരു കാര്യം നമ്മളെ ലൈഫാണ്, നമുക്ക് നാളെയും നമുക്ക് ഒരുപാട് കാലം ജീവിക്കേണ്ടതാണ്. ചിലപ്പോൾ ദുർഗക്ക് നമ്മളൊന്നും ഇല്ലാണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരും, പഠിക്കാനായിട്ട് പോകേണ്ടി വരും. അതിലെല്ലാം എനിക്ക് ദുർഗനോട് പറയാനുള്ളതെന്ന് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ റിങ് പോയി, അത് ആ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ആരെയാ റിപ്പോർട്ട് ചെയ്യേണ്ടവരെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അവരോട് കാര്യം പറയണം, കാര്യം നമ്മൾ പറയണം. നമ്മളല്ലാണ്ട് അത് ഇപ്പൊ നമ്മള് ഹോസ്റ്റലിൽ നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഒരു റിങ് പോയി, നാളെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ട് ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും ഉപദ്രവങ്ങൾ സംഭവിച്ച് അപ്പോൾ നമ്മള് പെട്ടെന്ന് കാര്യം പറയാന്നുള്ളതാണ്. നമുക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്. ഇനിയിപ്പോൾ ഒരു പോലീസിലാണെങ്കിൽ പോലീസ് അറിയിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ മാറ്ററിനാണോ ടീച്ചേഴ്സിനോ ആരാണോ അവിടുത്തെ നമുക്ക് മേലെ നിൽക്കുന്ന ആൾ, അവരോട് കാര്യം പറയാം. അല്ലാണ്ട് നിങ്ങൾ ഫ്രണ്ട്സ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ദുർഗനോട് മാത്രമെന്നല്ല, ദുർഗക്ക് പറ്റിയ തെറ്റ് ഇനി വേറെ ഒരു കുട്ടികൾക്കും പറ്റാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ സ്കൂളിലോ പോകുന്ന വണ്ടികളിലോ അല്ലെങ്കിൽ നടക്കുന്ന വഴിക്കോ വീടുകളിൽ നിന്നോ എന്ത് മറ്റുള്ള ആരും എന്ത് ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ എന്ത് ഇതുപോലുള്ള സംഭവങ്ങൾ കാണാണ്ടായാലൊക്കെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയോ അതിന്റെ ബന്ധപ്പെട്ട ആരാണോ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം നേരിട്ടാലും നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കണമെങ്കിൽ അത് എല്ലാവരോടും തുറന്നു പറയണം കേട്ടോ, എന്ത് കാര്യത്തിലായാലും. അല്ലെങ്കിൽ നമ്മൾ മാത്രം മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. വെറുതെ ഇപ്പൊ ദുർഗ ആ ആ സമയം തൊട്ട് രാവിലെ പോയതല്ലേ ഇത്, രാവിലെ പോയ സമയം തൊട്ട് ഇന്നലെ രാത്രി വരെ ടെൻഷൻ അടിച്ചില്ല നമ്മൾ പറയുന്നിടത്തോളം വരെ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ആ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ അത് നോക്കാം, അപ്പൊ തന്നെ കിട്ടിയാലേ സാധനം. അപ്പൊ അവരൊരു വഴക്ക് പറയുള്ളൂ. അപ്പൊ എന്തായാലും സംഭവം കിട്ടി, സന്തോഷം. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും സ്കൂളിലെല്ലാവർക്കും നന്ദി അല്ലേ, കാരണം അവർക്കൊരു വിഷമമല്ലേ അത് പോകുമ്പോ. അപ്പൊ എന്തായാലും ക്ലാസ് ടീച്ചേഴ്സിനും പ്രിൻസിപ്പളിനും അതുപോലെ തന്നെ അവിടുത്തെ ആയമാർക്കും എല്ലാവർക്കും നന്ദി. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ വീട്ടിലേക്ക് പോയാലോ. അമ്മനോട് കിട്ടിയില്ലെന്ന് പറയാട്ടോ. അതെല്ലേ, ഇതിന്റെ ഒന്ന് ഇത് തുടക്കട്ടെ.